ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും അഭിവാദനങ്ങൾ. കർത്താവിന്റെ കൃപയാൽ പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ നിന്ന് അവിടെ ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള 9 കൽപ്പനകൾ പത്രോസ് പ്രസ്താവിക്കുന്നത് ചുരുക്കമായി ഇവിടെ ഓർപ്പിക്കുവാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. പത്രോസിന്റെ ഈ 1-ാം ലേഖനത്തിൽ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ നാം പാലിക്കേണ്ട 9 കൽപ്പനകൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായ ആളുകൾക്കാണ് പത്രോസ് എഴുതുന്നത്. പൊന്തോസിലും ആസിയയിലും ബദുനിയയിലും കപ്പദോക്യയിലുമായി ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായ പ്രിയപ്പെട്ടവർക്ക് എഴുതുന്നത് എന്ന് പറയുന്നതുകൊണ്ട് ഏത് കാലത്തും ജീവിക്കുന്ന പ്രവാസികളായ ചിതറിപ്പാർക്കുന്നവരായ സ്വർഗീയ സിയോനിലേക്ക് ഉള്ള യാത്രയിൽ ബദ്ധരായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് പ്രായോഗികമാക്കേണ്ട കൽപ്പനകളായി, ആത്മീയ പ്രമാണങ്ങളായി നമുക്കവയെ വീക്ഷിക്കുവാൻ സാധിക്കും. അവ വളരെ ചുരുക്കമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ 1 പത്രോസ് 4-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ ആദ്യമായി പറയുന്നത് ബി ഓഫ് വൺ മൈൻഡ്, നിങ്ങളെല്ലാവരും ഏക മനസ്സുള്ളവരായിരിക്കും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളോട് ഈ വാക്യങ്ങൾ യോജിപ്പുണ്ട്. അവിടെ പൗലോസ് പറയാണ്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലുമുണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകഭാവമുണ്ട് ഐകമത്യപ്പെട്ട് ഇങ്ങനെ ക്രിസ്തുവിൽ എന്റെ സന്തോഷം പൂർണ്ണമായിക്കൊള്ളുകയും. അവിടെ പറയുന്നത് ഏക മനസ്സ് എന്നാണ്. ബി ഓഫ് വൺ മൈൻഡ്, നിങ്ങളെല്ലാവരും ഏക മനസ്സുള്ളവരായിരിക്കും. വിശ്വസിച്ചവരായ അപ്പോസ്തോലിക കാലത്തെ വിശ്വാസികളെ സംബന്ധിച്ച് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ വിശ്വസിച്ചവർ എല്ലാവരും ഏക മനസ്സുള്ളവരായിരുന്നു എന്ന് വായിക്കുന്നു. ഐകമത്യം മഹാബലം എന്നൊരു പറച്ചിലുമുണ്ടല്ലോ. വാസ്തവത്തിൽ ക്രിസ്തുവേശുള്ള ആ ഏക മനസ്സ്, അതായത് ഐക്യത മനോഭാവമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വിജയത്തിന്റെ പ്രമാണമായി ആദ്യം പരിശുദ്ധാത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 2, അദ്ദേഹം അടുത്ത വാക്കിൽ പറയുന്നു, ഹാവ് കമ്പാഷൻ വൺ ഓൺ അനദർ, നിങ്ങൾ അന്യോന്യം മനസ്സല്യമുള്ളവരായിരിക്കുക. ഓരോ ക്രിസ്തീയ വിശ്വാസികളും തങ്ങളുടെ വിശ്വാസ സമൂഹത്തിൽപ്പെട്ടവരോട് മാത്രമല്ല, നമ്മുടെ സഹജീവികളോട്, അയൽബന്ധങ്ങളോട്, നമ്മുടെ സഹപാഠികളോട്, നമുക്ക് അറിയുന്നവരും അറിയാത്തവരുമായ വിവിധ ആവശ്യങ്ങളിൽ ആയിരിക്കുന്നവരോട് ഒക്കെ സഹതാപമുള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ഈ 5 അപ്പം കൊണ്ട് യേശു 5000 പേരെ പോഷിപ്പിച്ച സംഭവം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അവൻ പുരുഷാരത്തെ കണ്ട് അവരോട് മനസ്സലിഞ്ഞു. മനസ്സലിവ് എന്നതിനാണ് സഹതാപം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം. അവൻ പുരുഷാരത്തെ കണ്ട് അവൻ മനസ്സലിവുള്ളവനായി തീർന്നു. ഈ ജനം 3 ദിവസങ്ങളായിരിക്കുന്നു നമ്മോട് കൂടെ ആയിട്ട്, നിങ്ങളിൽ ആർക്ക് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ കഴിയും എന്നാണ് യേശു ചോദിച്ചത്. ആ സാഹചര്യം മനസ്സിലാക്കി ജനങ്ങളോട് മനസ്സലിവുള്ളവനായി ഏർപ്പെടുന്ന ഒരു കർത്താവിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഹാവ് കമ്പാഷൻ ഓൺ വൺ അനദർ, നിങ്ങൾ അന്യോന്യം സഹതാപമുള്ളവരായി പരസ്പരം ചെയ്യണം. മറ്റുള്ളവരോട് സഹതാപം ഉള്ളവരായി, അതായത് മനസ്സലിവുള്ളവരായി പരസ്പരം പെരുമാറണം എന്നുള്ള നിർദ്ദേശമാണ് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അടുത്ത 3-ാമത് വായിക്കുമ്പോൾ ലവ് ആസ് ബ്രദറൻ, 1 കൊരിന്ത്യർ 13-ാം അധ്യായം വാസ്തവത്തിൽ അതിന്റെ ഒരു വിശേഷണം തന്നെയാണ് പൗലോസ് നൽകുന്നത്. ലവ് ആസ് ബ്രദറൻ, നിങ്ങൾ സഹോദര പ്രീതിയുള്ളവരായി തീരുക.
ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആ നിലയിൽ തന്നെ പ്രായോഗികമാക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമ്മിൽ ഓരോരുത്തർക്കും കണ്ടെത്താനായിട്ട് സാധിക്കും. വളരെയധികം പ്രസംഗിക്കപ്പെടുകയും അശേഷം ഇല്ലാതെയായി പോവുകയും ചെയ്യുന്ന ഒരു ഗുണവിശേഷമാണ് ഈ സഹോദര പ്രീതി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹമൊക്കെ ഇന്ന് ഏത് സ്ഥലത്ത് എന്ന് നിൽക്കുമായിരുന്നു എന്ന് നമുക്ക് നമ്മോട് തന്നെ വാസ്തവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ വാസ്തവത്തിൽ ഇപ്പോൾ ഒരു സാങ്കേതിക പദങ്ങളായി മാത്രം മാറിയിരിക്കുന്നു. സഹോദര പ്രീതി അത് വളരെ വ്യക്തം. ലവ് ആസ് ബ്രദറൻ, എന്ത് ചെയ്യും? നിങ്ങൾ സഹോദരന്മാർ എന്ന് വെച്ച് നിങ്ങൾ ഉറ്റ് സ്നേഹിപ്പീൻ, അന്യോന്യം ഉറ്റ് സ്നേഹിപ്പീൻ. അത് ഇവിടെ പത്രോസ് നൽകുന്ന മൂന്നാമത്തെ കൽപ്പനയാണ്. നാലാമത് പറയുന്നു ബി പിറ്റിഫുൾ, അതായത് മറ്റുള്ളവരോട് എന്ത് ചെയ്യുക? നിങ്ങൾ കരുണയുള്ളവരായിരിക്കുക. പിറ്റിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയുള്ളവരായിരിക്കുക. എന്താ ഈ കരുണ? കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ വേദന നമ്മൾ കാണുമ്പോൾ ആ വേദന നമ്മുടെ വേദനയായി നമുക്ക് കാണാൻ കഴിയുന്ന മാനസികാവസ്ഥയാണ് കരുണ എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഗോഡ് ഈസ് മേഴ്സിഫുൾ, കരുണാഭാരിതയാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ദൈവം നമ്മോട് കാണിച്ച കരുണ അതെന്തറിയാമോ? നമ്മൾ നിസ്സഹായരായിരുന്ന ഒരു സാഹചര്യം, നിസ്സഹായരായിരുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ ദൈവം നമ്മോട് തന്റെ കരുണ കാണിച്ചു. അതായത് നമ്മുടെ വേദന അവന്റെ വേദനയായും, നമ്മുടെ ചുമടുകൾ അവന്റെ ചുമടായും, നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളും ഞെരുക്കങ്ങളും അവന്റെ ഭാരങ്ങളും ഞെരുക്കങ്ങളുമായും, നമ്മുടെ സങ്കടങ്ങൾ അവന്റെ സങ്കടങ്ങളായും കർത്താവായ യേശു കണ്ടു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ആ അതേ ഭാവം, അതായത് ക്രിസ്തുവേശുള്ള അതേ ഭാവം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇനി അടുത്ത അഞ്ചായി പറയുന്നത് ബി കോഷ്യസ്. നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? നിങ്ങൾ ഫ്രണ്ട്ലി ആയിരിക്കണം, സൗഹൃദമുള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം, സൗഹൃദമുള്ളവരായിരിക്കണം. സൗഹൃദം എന്ന വാക്കിനൊക്കെ വാസ്തവത്തില് വളരെ ആഴമായ അർത്ഥമുണ്ട്. അതൊക്കെ ടു വാട്ട് എക്സ്റ്റെന്റ് ടുഡേ വി ക്യാൻ പ്രാക്ടീസ്, അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. താങ്കൾ ബി കോഷ്യസ്, നിങ്ങൾ വിനയമുള്ളവരായിരിക്കുക, സൗഹൃദശീലരായിരിക്കുക, പിന്നെ അന്യോന്യം ഹൃദയങ്ങളെ വിശ്വസിക്കുകയും പങ്കിടുകയും ചെയ്യുന്നവർ ആയിത്തീരുക. അതാണ് മറ്റൊരു കൽപ്പന പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ആറാമത്താണ് നോട്ട് റെൻഡറിങ് ഈവിൾ ഫോർ ഈവിൾ, തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാതിരിക്കുക. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ മോശിക ന്യായപ്രമാണത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഇതാണ് ന്യായപ്രമാണത്തിലെ പ്രമാണം. ഒരുവൻ ഒരാളുടെ കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ ആ കണ്ണ് ആർക്ക് നഷ്ടപ്പെട്ടുവോ, ആര് മുഖാന്ന് നഷ്ടപ്പെട്ടോ അവന്റെ കണ്ണടിച്ചു പൊട്ടിക്കുക. ഒരുവന്റെ പല്ലടിച്ച് താഴെയിട്ട് കഴിഞ്ഞാൽ ആ പല്ലിനെ എന്ത് ചെയ്ത് പല്ലുകൊണ്ട് പ്രതികാരം ചെയ്യുക. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളോട് ഒരുവൻ നിങ്ങളുടെ ഉടുപ്പ് ചോദിച്ചാൽ നിങ്ങളുടെ വസ്ത്രവും കൂടെ അവന് വിട്ടുകൊടുക്കുക. ഒരുവൻ നിങ്ങളുടെ ചെള്ളയ്ക്ക് അടിച്ചാൽ മറ്റേ ചെള്ളയും കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അതുപോലെ ഒരു നാഴിക നേരം ഒരുവൻ നിങ്ങളോട് യാത്ര ചെയ്യുവാൻ ആവശ്യപ്പെട്ടാൽ 2 നാഴിക നേരം പോവുക. തിരിച്ചെന്നോട് ചോദിക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന്. അതെല്ലാം അടുത്ത ചോദ്യത്തിൽ നമുക്ക് ഈ കമന്റിൽ പറയാം. കർത്താവ് പറഞ്ഞ പ്രമാണമാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് നേരെ വിപരീതമാണ് ക്രിസ്തുവിന്റെ പ്രമാണം. പ്രതികാരത്തെ തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യുന്നതാണ് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയെങ്കിൽ തിന്മയ്ക്ക് നന്മ പകരം ചെയ്യുന്നതാണ് കർത്താവിന്റെ പ്രമാണം. പൗലോസ് റോമാലേഖനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുവിനെ വിശക്കുന്നു എങ്കിൽ അവൻ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. ഇൻ ഡൂയിങ് സോ യു ഷാൽ കീപ് കോൾ ഓഫ് ഫയർ അപ്പോൺ ഹിസ് ഹെഡ്. ദീർഘവർഷങ്ങൾ ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്കതിന്റെ ആഴമായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അത് പല പുസ്തകങ്ങൾ ഒക്കെ വായിച്ച് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്കതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയത്. സാധാരണയായി നമ്മൾ സ്നേഹിതന്മാർക്ക് നന്മ ചെയ്യുന്നവരാണ്, ശത്രുവിന് നന്മ ചെയ്യുവാൻ തയ്യാറാവുകയില്ല. നമ്മളോട് വിരോധമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ശത്രുത പ്രവർത്തിക്കുന്ന ആൾക്കാരോട് ഏതെങ്കിലും നിലയിൽ വിരോധം ഇല്ലെന്ന് പറഞ്ഞാലും അവരോട് നമുക്ക് അടുക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാവുക മനുഷ്യ സഹജമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശത്രുവിന് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടായാൽ നമ്മൾ ആ ശത്രുവിനെ ആ നിലയിൽ പരിഗണിക്കാറില്ല. കാരണം ചോദിച്ചാൽ ശത്രുവിനോട് നമ്മൾ എത്രമാത്രം സ്നേഹമായി ഇടപെടുകയും അവനെ കരുതുകയും അവന്റെ വിഷമവൃത്തങ്ങളിൽ നമ്മൾ അവന് ഉപകാരിയായി ഭവിക്കുകയും ചെയ്താലും കുറെ കഴിയുമ്പം അവനത് മറന്നുപോകും. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു
ഒരു ഒരു ഒരു ഒന്ന് രണ്ട് ലൈനപ്പ് ഒരാൾ എഴുതിയിട്ട് വായിച്ചു. ആ വായിച്ചതെന്നറിയാമോ? ഒരു നായെ അതിന് 2 ദിവസം ആഹാരം കൊടുത്താൽ ആഹാരം കൊടുത്തവനെ അവന്റെ ജീവിതത്തിൽ അതൊരിക്കലും മറക്കുകയില്ല. ഒരു മനുഷ്യന് 2 വർഷമോ 20 വർഷമോ കൊടുത്താലും അവസരം കിട്ടിയാൽ അവൻ നമ്മെ തകർക്കുകയോ ഒറ്റിക്കൊടുക്കുകയോ ചെയ്യും. യജമാനോട് വളരെ നന്ദിയുള്ള ജീവിയാണ് നായ എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാതിരിപ്പിൻ. തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാതിരിക്കുക. അപ്പൊ ദോഷം ചെയ്യുന്നവന്റെ നാശത്തിനായി പ്രാർത്ഥിക്കാതിരിക്കുക. ഇവിടെയാണ് നമ്മൾ ചില ആളുകളൊക്കെ നീ വീഡിയോയുടെ അറ്റം മുറിച്ച് വീഡിയോ ഇടുന്നോ മൊത്തം ഇട്ടോണം, മുറിക്കാൻ പോയാൽ ദൈവം നിന്നെയും നിന്റെ മക്കളെയും മുറിക്കും. എത്ര ശാപകരമായ വാക്കുകൾ! ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അടുത്തത് നോട്ട് റെയിലിംഗ് ഫോർ റെയിലിംഗ്. പ്രതികാരത്തിന് പ്രതികാരം ചെയ്യാതിരിക്കുക. തിന്മയ്ക്ക് തിന്മ ചെയ്യാതിരിക്കുക, പ്രതികാരത്തിന് പ്രതികാരം ചെയ്യാതിരിക്കുക. അപ്പോൾ വാസ്തവത്തില് പ്രതികാര ബുദ്ധിയുള്ളവരാണ് മനുഷ്യൻ. പ്രതികാര ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും നിലയിൽ ഒരു ദോഷം ചെയ്തുകൊണ്ട് പ്രതികാരം ചെയ്യുക. നമുക്കറിയാമല്ലോ, യോവാബിന്റെ സഹോദരനായ അസാഹേലിനെ അബ്നേർ കൊന്നതിന്റെ പ്രതികാരമാണ് പിന്നീട് ഹെബ്രോന്റെ പടിവാതിൽ വെച്ച് യോവാബ് തന്റെ ചുരിക അബ്നേറിന്റെ വയറ്റത്തേക്ക് കൂത്തിയിറക്കി അവനെ കൊന്നത്. പ്രതികാരത്തിന് പ്രതികാരം. റോമാലേഖനത്തിൽ എന്താ അപ്പോസ്തലൻ പറയുന്നത്? പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും. അതിന് തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം ഞാൻ തീർത്ത് പറഞ്ഞില്ല. അതായത് നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കൊടുപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ നീ അവന്റെ തലമേൽ തീക്കൽ കൊണ്ടിരിക്കും. സാധാരണ നിലയിൽ നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു ശത്രു, ആ ശത്രു വളരെ ദോഷം ചെയ്തിട്ടും നാം അവനോട് യാതൊരു പ്രതികാരവും ചെയ്യാതെ കഴിഞ്ഞാൽ മനസാക്ഷിയുടെ കോടതി അല്പമെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് അവനെങ്കിൽ അവനെന്ത് ചെയ്യും? ഞാൻ ആ മനുഷ്യന് ദോഷം ചെയ്തിട്ടും അവൻ എനിക്ക് ദോഷമായി ഒന്നും ചെയ്തില്ലല്ലോ, എന്നിട്ടും എന്റെ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ എന്റെ ഭയാനകമായ ജീവിത സാഹചര്യത്തിൽ അവൻ എനിക്കൊരു സഹായിയായിരുന്നല്ലോ എന്ന് ഉള്ള ചിന്ത അവന്റെ മനസ്സിൽ വരുമ്പോൾ അത് അവന്റെ ഉറക്കത്തെ കെടുത്തും. അവനെന്ത് ചെയ്യും? അവൻ ചിന്തിക്കും. അവന്റെ ബുദ്ധിമണ്ഡലം ചിന്തിച്ചിട്ട് അവന്റെ സ്വസ്ഥത കെടും. കാരണം അറിയാവൂ, ഇതിനാണ് നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് പറയുന്നത്. തിന്മ ചെയ്തവന് നന്മയാൽ തിന്മ ജയിക്കുക. എങ്കിലും ആവർത്തിച്ച് ചതിക്കുന്നവനെ നമ്മൾ വളരെ സൂക്ഷിക്കുകയും ചെയ്യണം. പ്രതികാരത്തിന് പ്രതികാരം ചെയ്യാതിരിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രതികാരം ചെയ്യും, യഹോവ പ്രതികാരം ചെയ്യും. പ്രതികാരത്തിന് പ്രതികാരം നമ്മൾ ചെയ്യേണ്ടത്. പ്രതികാരം ചെയ്യുന്നവൻ ദൈവമാണ്. അടുത്ത 8ാമത് പറയുന്നു, ബി എ ബ്ലെസ്സിംഗ് ടു അതേഴ്സ്. മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഏതെങ്കിലും നിലയിൽ ഒരു അനുഗ്രഹമായിരിക്കുക. ഇവിടെ അനുഗ്രഹമാണോ ഇപ്പോൾ ആളുകൾ പറയുന്നത്? ഏതെങ്കിലും നിലയിൽ ഒരു ശാപമോ ഒരു ദോഷമോ ഒരു ഉപദ്രവമോ ഒരുത്തന്റെ മനോസ്വസ്ഥ കെടുത്തക്ക നിലയിലുള്ള പ്രവൃത്തിയോ ചെയ്യാൻ അവസരം കിട്ടുമോ നോക്കിയ പല ആളുകളും ഇരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ബ്ലൂം എന്ന് പറഞ്ഞൊരു കല്ലെറിഞ്ഞാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ വാസ്തവത്തില് നിങ്ങൾ ബി എ ബ്ലെസ്സിംഗ് ടു അതേഴ്സ്. നമ്മുടെ ജീവിതം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മനോഭാവങ്ങൾ കൊണ്ടോ നമുക്കുള്ളവ കൊണ്ടോ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി തരുവാൻ ഇടയായിത്തീരുക. അത് 8ാമത്തെ കൽപ്പന. 9ാമത് പറയുന്നത് കൺട്രോൾ ദ ടങ്. 10ാം വാക്യം, നിങ്ങളുടെ നാവിനെ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. നാമാണല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ നാവിനെ കുറിച്ചൊരു മെസ്സേജ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ ശപിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഉറവന്റെ ഒരേ ഉദരത്തിൽ തന്നെ കയ്പും മധുരവും പുറപ്പെടുന്നു. ഇതൊക്കെ വളരെ തെറ്റായ പ്രവൃത്തികളാണ്. ഈ 9 വിധ കൽപ്പനകളാണ് പത്രോസ് തന്റെ ഈ ലേഖനത്തിൽ അതിന്റെ 4ാം അധ്യായത്തിൽ ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായ വിശുദ്ധന്മാരെ ഓർപ്പിക്കുന്നത്. ഞാനവ കമ്പിവാചകം പോലും ഓർപ്പിച്ച് നിർത്തിക്കൊള്ളാം. 1, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കുക. വിശ്വാസങ്ങളെ കുറിച്ച് പറയണം. ഏക മനസ്സുള്ള ഐക്യമത്യപ്പെട്ടേക്കുക. 2, മറ്റുള്ളവരോട് സഹതാപമുള്ളവരായിരിക്കുക. 3, സഹോദര പ്രീതിയിൽ വർദ്ധിച്ചു വരിക. 4, മറ്റുള്ളവരുടെ കരുണ തോന്നുക. 5, അല്ലെങ്കിൽ മനസ്സിലാക്കുക. 5, നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ സ്നേഹിക്കുക, സൗഹൃദശീലരായിരിക്കുക. 6, അതാ സഹോദര പ്രീതിയുള്ളവരായിരിക്കുക. 6, നിങ്ങൾ തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാതിരിക്കുക. 7, പ്രതികാരത്തിന് പ്രതികാരം ആലോചിക്കാതിരിക്കുക. 8, ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായിരിക്കുക. 9, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. യഹോവേ, എന്റെ വായ്ക്കൊരു കാവൽ ഏർപ്പെടുത്തി എന്റെ അതിരുദ്വാരത്തെ കാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. നമുക്ക് നമ്മെ തന്നെ ഈ കൽപ്പനകൾ
വാസ്തവത്തിൽ 10 കൽപ്പനയായി മോശ നൽകിയ കൽപ്പനയല്ല. പത്രോസ് തന്റെ ലേഖനത്തിൽ ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് നൽകുന്ന 9 കൽപ്പനകളാണ്. ഈ കൽപ്പനകൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ നല്ല ക്രിസ്തീയ വിശ്വാസികളായി, ഇനി നല്ല ക്രിസ്തീയ വിശ്വാസി പറയുന്നതിനേക്കാൾ നല്ല മനുഷ്യരായി ജീവിപ്പാൻ നമുക്കിടയായിത്തീരും. അതിന് ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ട സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.